പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് ഇപ്പം ജീവനോടെ ഉണ്ടെന്നാണ് പറയുന്നത്. 40-42 വർഷമായി അയാളെ ഒരു വിവരവുമില്ല. മുമ്പ് എഴുതി തള്ളിയ കേസാണ്. അയാൾ മരണപ്പെട്ടു. ക്രൈംബ്രാഞ്ച് വരെ അന്വേഷണം നിർത്തിവെച്ച കേസാണ്. ഇപ്പോൾ ജനങ്ങൾ പറയുന്നു സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ഹോട്ടലിലിരുന്ന് പൊറോട്ട ഇറച്ചിയും കഴിക്കണ കണ്ടു, ചായ കുടിക്കാൻ പെട്ടിക്കടയിൽ കയറി, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ന്യൂസുകൾ പറയുന്നുണ്ട്. ബ്രൂണയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 24 ന്യൂസ് പുറത്ത് വിട്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഹാഷ്മി 24 ആണ് ഇത് കൊണ്ടുവന്നത് 24 പോയി പിടിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എങ്കിൽ ഈ വാർത്ത വിജയിക്കും. 24 ആണ് കൊണ്ടുവന്നതെന്ന് പറയുന്നു. ഈ ആള് ഇന്ന സ്ഥലത്തുള്ളത് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. 24ൻ്റെ കഴിവ് കൊണ്ടാണ് ഇത് പിടിച്ചതെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ എങ്കിൽ അങ്ങോട്ട് തുടങ്ങും. അരുൺകുമാറിനെ കാണാനില്ലല്ലോ. മറ്റത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ഈ പൂപടം വരയ്ക്കും പോലെയൊക്കെ വരയ്ക്കുന്നതാണല്ലോ. ഇപ്പം എന്തോ കാണാനില്ല. മിക്കവാറും ഇപ്പം വന്നിരുന്നോണ്ട് പറയും സുകുമാരക്കുറുപ്പ് പോയ വഴി ഇതാണ്, ഈ ഹോട്ടലിലിരുന്നാണ് ഫുഡ് കഴിച്ചത്, ഈ കടയിൽ കയറിയാണ് ചായ കുടിച്ചത്, എന്നിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയും. അപ്പോൾ ഈ കൊല ചെയ്യപ്പെട്ട ആളിൻ്റെ മകൻ സംസാരിക്കുന്നുണ്ട്. MJ ചാക്കോ എന്ന് പറയുന്ന ആളിനെയാണ് ഈ സുകുമാരക്കുറുപ്പ് കൊലപ്പെടുത്തിയിട്ട് ഒളിവിൽ പോകുന്നത്. അത് പല കോലങ്ങളെല്ലാം കാണിച്ചു, എന്തെല്ലാം കോലം കാണിച്ചു. സംഭവം ഇയാൾ മരിച്ചു കാണൂല. അങ്ങനെ ജീവനോടെ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം, പെട്ടെന്ന് തന്നെ പിടിക്കട്ടെ എന്ന് വേണം നമുക്ക് പറയാൻ. ഇത്രയും ക്രൂരമായിട്ടൊരു മനുഷ്യനെ കൊന്നിട്ടാണ് ഇൻഷുറൻസ് പണത്തിന് വേണ്ടി ആണ് ഇത് ചെയ്തിരിക്കുന്നത്. കൊന്നു എന്ന് പറയുന്ന അയാളുടെ മകൻ്റെ ഇത് നമുക്ക് കേൾക്കാം. ഇയാളുടെ അച്ഛനെ സുകുമാരക്കുറുപ്പ് കൊല ചെയ്യുമ്പോൾ ഇവൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആ മകനാണ് ഈ നിന്ന് സംസാരിക്കുന്നത്. അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എത്ര വർഷമായി? 42 വർഷം കൊണ്ട് സുകുമാരക്കുറുപ്പ് ഒളിവിലാണെന്നും പറയുന്നു, അയാൾ മരണപ്പെട്ടു എന്നും പറയുന്നു, ഇപ്പം ജീവനോടെ ഉണ്ട് എന്നും പറയുന്നു. എന്തായാലും മരണപ്പെട്ട ആളിൻ്റെ മകൻ സംസാരിക്കുന്നുണ്ട്, അത് കേൾക്കാം. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ പലപ്പോഴും കേൾക്കുന്നതാണ്. ഇന്നപോലെ സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, പോലീസുകാർ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് ആ ഒരു കേൾക്കുന്ന കഥകളല്ലാതെ ഒരു യാഥാർത്ഥ്യത്തിലോട്ട് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇതും ഇപ്പം അതുപോലൊരു ന്യൂസ് കണ്ടു. പക്ഷെ ആ ന്യൂസ് കുറച്ചുകൂടെ ഇതിനു മുന്നേ കേട്ടതിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ഇതായിട്ടാണ്. ഇതവർക്ക് വിശ്വാസമായിട്ടാണ് തോന്നുന്നത്. ഏതോ ഒരാള്, ആ ആളാണ് പിന്നെ സുകുമാരക്കുറുപ്പ് ഇന്ന സ്ഥലത്തുണ്ട്, ഏതോ ഒരു ഫാമിലോ അങ്ങനെ എങ്ങാണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് അയാൾ താമസിക്കുന്ന ആ സ്ഥലവും ആ വീട്, ആ ഫാം ഉൾപ്പെടെ അയാൾ പകർത്തി. തന്ത്രപൂർവം വിളിച്ചു, സ്നേഹത്തിൽ ഇടപെട്ടു. പക്ഷെ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അയാൾ വിളിച്ചപ്പോഴെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോയാണ് ഇതിപ്പം ഇതിങ്ങനെ മീഡിയയിലും അതിലും ഇതിലും ഒക്കെ കിടന്ന് കറങ്ങുന്നത്. അതാണ് അയാൾ ആ ലുക്ക് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പം അതിൽ അവനെ പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കിപ്പം എനിക്കും അമ്മയ്ക്കും ഒക്കെ തോന്നുന്നുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനുവേണ്ട നടപടിയെടുത്ത് ഇത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു. സുകുമാരക്കുറുപ്പ് അയാളെ കൊലപ്പെടുത്തുമ്പോൾ അയാൾ തൊഴുതു പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യരുത്, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് എന്ന് വരെ തൊഴുതു പറഞ്ഞു. എന്നിട്ടും കേട്ടില്ല. ആ മകനാണ് നിന്ന് സംസാരിക്കുന്നത്. അഭ്യർത്ഥന കൂടിയ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാവില്ല ഇത്രയും വർഷത്തിന് ശേഷം. പിന്നെ തീർച്ചയായും അതിപ്പം ഏതൊരാൾക്കും അങ്ങനെയാണല്ലോ. സ്വന്തം അപ്പനെ കൊന്ന ഒരാൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏതൊരു മകനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ 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 തീർച്ചയായും. നീണ്ട വർഷങ്ങളായിട്ടുള്ളൊരു പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത്തവണത്തെ കുറച്ചുകൂടി ഈ ഒരു ആ ഫോട്ടോയിലൊക്കെ ഒരു സാദൃശ്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്. അതെ 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 തീർച്ചയായും. കാര്യം അവൻ്റെ ഫേക്കായിട്ടുള്ള പാസ്പോർട്ടും ഇതുമൊക്കെ കാണിക്കുന്നുണ്ട്. ബന്ധുക്കാരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടെന്നുള്ള ഇത് വാർത്ത കാണിക്കുന്നുണ്ട്. ഈ സുകുമാരക്കുറുപ്പ് പാസ്പോർട്ട് കള്ള പാസ്പോർട്ടിലാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും എല്ലായിടത്തും ഈ കള്ള പാസ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അതുപോലെ സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയെയും കുടുംബക്കാരെയും മക്കളെയൊക്കെ അയാൾ ഫോണിലൂടെ വിളിക്കുന്നുണ്ട്.
കണ്ടു എന്ന് പറഞ്ഞ ആൾ സംസാരിച്ചു, അയാൾ വീഡിയോ എങ്ങനെയോ എന്തോ അയാൾ നിൽക്കുന്നില്ല, ഒരു ഫോട്ടോ എങ്ങാണ്ട് അയാളത് എടുത്തു. അതിനുശേഷം ഇയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇയാളങ്ങ് മാറണേണ്, തന്ത്രപൂർവ്വം ഓരോന്ന് പറഞ്ഞങ്ങ് മാറുകയാണ് ചെയ്യണത്. പിന്നെന്തോ ബിസിനസ്സിൻ്റെ കാര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ തങ്ങളിൽ ഈ പരിചയമുള്ള ആളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അയാളാണ് ഈ ഫോട്ടോ വെളിയിൽ വിട്ടതും ന്യൂസുകളൊക്കെ വെളിയിൽ വിട്ടത്. അപ്പോൾ 24 ചാനലിൻ്റെ ആൾക്കാർ അവിടെ പോവുകയും അവർ പോയി ആ ആളുമായിട്ട്, ഇയാൾ കണ്ടെന്ന് പറഞ്ഞ ആളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും 24-നാണ് കേട്ടോ. നമ്മളെ അരുൺകുമാർ ഇപ്പം ചാടും. അരുൺകുമാർ പറയും, ഞാനാണ് ഇങ്ങനെ അങ്ങനെ വരച്ച് അങ്ങോട്ട് പോയി, അയാൾ അതിലേ പോയി ഇതിലേ പോയി എന്നൊക്കെ പറഞ്ഞതെന്ന് പറയും. അങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം അവൻ തന്നെ ആണെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അന്വേഷണ സംഘത്തേക്ക് ശരിക്കും കബളിപ്പിച്ച് ഇത്രയും കാലം മാറി നിന്നു എന്ന് പറയുമ്പോൾ അതും ഒരു വലിയൊരു കാര്യമായി വരില്ലേ? കാരണം ഇപ്പോൾ ഇത് വേറൊരാളൊരു ഈ സൈബർ വിദഗ്ധനാണ് ഇത് കണ്ടെത്തുന്നത്. അതെ അതെ, അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് നമുക്ക് അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ല, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരാൾക്ക് പുറകിൽ നിന്നുള്ളൊരു പിന്തുണയില്ലാതെ ഒരിക്കലും ഇത്രയും വലിയ കൃത്യം ചെയ്തിട്ട് ഇത്രയും ആൾക്കാരെ കബളിപ്പിച്ച് ഇങ്ങനെ ഇതായി ജീവിക്കാൻ പറ്റത്തില്ല. സത്യമാണ്, ഇയാൾക്ക് പിന്തുണ ഉണ്ട്. അതിൻ പ്രകാരം തന്നെയാണ് ഇയാൾ നിൽക്കുന്നത്. ഇയാൾ ഈ മായാവി പോലെ ഇന്ന സ്ഥലത്ത് കണ്ട് എന്ന ആളുകൾ പറയും. ഇയാൾക്ക് അവിടെ നിന്ന് ഇയാൾ പെട്ടെന്ന് അങ്ങ് മാറണയാണ്. അതിനുശേഷം ഈ ന്യൂസിൽ വരും, ഇതാണ് കാര്യം, ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത് ആരെങ്കിലും ചാനലിനെ അറിയിക്കോ, അവർ ആ ന്യൂസ് എന്തായാലും പബ്ലിക് ആക്കുമല്ലോ. അപ്പോഴത്തേക്ക് അയാൾ അറിയും. അതെങ്ങനെ അറിയണം? ഇപ്പം തന്നെ സുകുമാരക്കുറുപ്പ് ഇതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് നാട് വിട്ടിട്ടില്ലേ? 24 ഇത്രയൊക്കെ പുറത്ത് വിട്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡായിട്ടാണ് ഇങ്ങനെ 24 വെളിയിൽ വിട്ടുകൊണ്ടിരിക്കണത് ന്യൂസുകൾ. അപ്പം അവിടെ നിന്ന് പോയിട്ടുണ്ട് അയാൾ. എന്തൊക്കെയോ സന്യാസി വേഷത്തിലും പല പല വേഷത്തിലാണ് അയാൾ നടക്കുന്നത്. ഇല്ല, അതിനുണ്ടാവും. പക്ഷെ എന്നാലും നല്ല ഇതായിട്ടുള്ള ഉദ്യോഗസ്ഥർ, നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മുടെ നിയമവകുപ്പിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അതായത് മരിച്ചു എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് ക്ലോസ് ചെയ്യും. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കണ്ടു എന്ന് പറഞ്ഞൊരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നത്. അതെ അതെ, അത് എന്താ പറയുക, അതാണ് ഞങ്ങൾ പറഞ്ഞില്ലേ, പലപ്പോഴും ഞങ്ങളിങ്ങനെ വാർത്തകളൊക്കെ കേട്ട് ഞങ്ങളിപ്പോൾ അതിൻ്റെ പുറകെ പോകാറില്ല. ഞങ്ങൾ മൊത്തത്തിൽ എന്താ പറയുക, അത് വിട്ട് ഞാനും അമ്മയൊക്കെ വേറൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാര്യം ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല ഇതിൽ. പക്ഷെ ഇപ്പം എന്താ പറയുക, ഇന്ന് വന്ന ഈ ഒരു വാർത്ത ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കേട്ടപ്പോഴും കണ്ടപ്പോഴും ഒക്കെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് തോന്നുന്നു. വിഷമിക്കണ്ട, പിടിക്കും ഇയാളാ. ഹാഷ്മി എന്തായാലും പിടിച്ചിരിക്കും. ഇയാൾ 78 വയസ്സുകാരനാണ്. 78 വയസ്സുകാരൻ ഇക്കാലം മുതൽ നമ്മളെ പറ്റിച്ച് രാജ്യത്ത് വേണ്ട വ്യാജ പാസ്പോർട്ട് ജീവിച്ചു. ഈ സമയം ഒരുപക്ഷെ ഈ വാർത്തയും നമ്മൾ സുകുമാരക്കുറുപ്പിനെ തേടി, അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പ് എവിടെയാണ് എന്ന തമ്മിൽ സംവാദ പരിപാടി 2 എപ്പിസോഡും ഇയാൾ കണ്ട് അതിനെപ്പറ്റി പല ആൾക്കാരോടും ഇയാൾ അതിന്റെ ആശങ്കയോടുകൂടി സംസാരിച്ച വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ വാർത്തയും തമ്മിൽ 2 എപ്പിസോഡും കണ്ടെന്നു അയാൾ സുകുമാരക്കുറുപ്പ്. കണ്ടും കൊണ്ട് പോയിട്ടില്ലേ അവിടെ നിന്ന്. ഇനിയിപ്പം അങ്ങനെ പറഞ്ഞ് സമാധാനിക്കുക. ഹാഷ്മിയുടെ സന്തോഷം കണ്ട സുകുമാരക്കുറുപ്പ് കാണുന്നുണ്ടെങ്കിൽ കുറുപ്പിന്റെ സകല വഴികളും അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിഞ്ഞു വരികയാണ്. അന്വേഷണ സംഘം മനസ്സ് വെച്ചാൽ പെട്ടു ഹാഷ്മി വരുന്നു, ഇതാ പിടിക്കാൻ വരുന്നു. കുറുപ്പിന് വേഗം ഇന്ത്യയിൽ ഏതെങ്കിലും ജയിൽ തടവറയിൽ ഈ ജയിൽ ചപ്പാത്തിയും ജയിൽ ചോറും നിന്ന് കഴിയാം. കുറുപ്പെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറഞ്ഞ് ജയിൽ ചപ്പാത്തിയും ജയിൽ ചോറും. ചപ്പാത്തിയൊന്നും കൊടുക്കണ്ട, അല്ല ഉപ്പും കഞ്ഞി അങ്ങനെ ഒഴിച്ച് ഉപ്പും കൊടുക്കണ്ട. പച്ച ചോറങ്ങോട്ടിട്ട് വെള്ളം ഒഴിച്ചങ്ങ് കൊടുത്താൽ മതി. എന്തിന് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൊടുക്കണു? ഗോപി, ഇത് ഏറ്റവും നിർണായകമായ ഒരു മൊമെന്റാണ്, ഒരു വഴിത്തിരിവാണ് എന്ന് കൃത്യമായി പറയാം. കാര്യം കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് കൊടുക്കുകയാണ്. നമുക്ക് കൊടുക്കാൻ ഇനിയും ആധികാരികമായ രേഖകൾ കുറേയധികം ബാക്കിയുണ്ട്. അത് പറയാൻ കഴിയാത്തത് കാരണം ചില സുരക്ഷാ കാരണങ്ങളെ കരുതി തന്നെയാണ്. ഗോപി, എന്തായാലും ചാക്കോയുടെ മകൻ സംസാരിക്കുകയായിരുന്നു. ദീർഘവർഷങ്ങളിൽ, ഇത്ര വർഷങ്ങൾക്ക് ശേഷം സ്വന്തം പിതാവിനെ കൊന്ന ഒരു ഘാതകനെ കിട്ടി എന്ന് പറയുമ്പോഴും അത് കിട്ടിയാ? എവിടെ നിങ്ങളെ ഈ ന്യൂസ് കാരണം ആളുകൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറയുന്നത്? അയാൾ ഓടിപ്പോവേണ്, പോണ സ്ഥലത്ത് നിന്ന് മിന്നായം പോലെയാണ് ഓടണത്. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, പിന്നെ അയാളെ കാണൂല. മായാശക്തിയാണെന്നോ, മായാവിയാണ്. ഹാഷ്മി പറയണ് കിട്ടി. എവിടെ
പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിലേക്ക് എടുക്കാൻ ജിതിന് കഴിയുന്നില്ല. കാര്യം അത് പൂർവാനുഭവങ്ങളാണ്. ഗോപി, ചാക്കോയുടെ മകൻ പക്ഷെ കറക്റ്റ് പറയുന്നുണ്ട് ഈ 24 ചാനൽ. അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുകയായിരുന്നു. NJ ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവ് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ചാക്കോയുടെ മകൻ ഈ ഭൂമുഖത്തേക്ക് എത്തിയിട്ടില്ല. ചാക്കോയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. സ്വന്തം മകനെ കാണാൻ, അതായത് ചാക്കോ മരിക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞത് എന്റെ ഭാര്യ ഗർഭിണിയാണ്, എനിക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എത്തണം, എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെയാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നിട്ടുള്ളത്. നമുക്ക് ആ പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ 1984 ജനുവരി 21 രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. നിങ്ങളെല്ലാവരും കാത്തിരുന്നോളണം. ഇയാളെപ്പോലെ എവിടെ വേറെ ഉള്ളവരൊന്നും കയറി പിടിച്ചു കളയല്ല കേട്ടോ. വല്ല പാരിതോഷികമോ കിട്ടിയിരുന്നെങ്കിൽ ഇറങ്ങി തിരക്കായിരുന്നു സുകുമാരക്കുറുപ്പെന്നും പറഞ്ഞും കൊണ്ട്. വേറെ ആരെങ്കിലും പാവങ്ങളെയൊന്നും കയറി പിടിച്ചോണ്ടൊന്നും കൊടുക്കരുത് സുകുമാരക്കുറുപ്പെന്നും പറഞ്ഞു. എങ്കിലും എവിടെ ശ്രദ്ധിച്ചോളണം, എവിടെയെങ്കിലും വെച്ച് പിടിക്കാൻ പറ്റും സുകുമാരക്കുറുപ്പിനെ, എവിടെയെങ്കിലും കാണും. മലപ്പുറത്ത് അത് കോമഡിയായിരുന്നു. മലപ്പുറത്ത് വന്നിട്ട് 9 രൂപ പൊറോട്ട അടിച്ചോണ്ട് പോയെന്നും പറഞ്ഞു. അതൊക്കെ കോമഡി, ആളുകൾ ഓരോന്ന് ഇറക്കുന്നതാണ്. കുറുപ്പ് എന്ന ആൾ ആലപ്പുഴ ചെങ്ങന്നൂരിലെ ചെറിയനാട് വില്ലേജിൽ പുത്തൻവീട്ടിൽ ശിവരാമക്കുറുപ്പിന്റെ മകനാണ് ഗോപാലക്കുറുപ്പ്, അഥവാ പിന്നീട് സുകുമാരക്കുറുപ്പായി മാറിയത്. അബുദാബിയിലായിരുന്നു ഇയാൾക്ക് ജോലി. ഇയാൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ അവിടെ നിന്ന് 8 ലക്ഷം രൂപ ഇയാൾക്ക് കിട്ടാനുള്ളൊരു വകയുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അപകടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻഷുറൻസ് തുകയാണത്. ജർമ്മനിയിൽ ഇതുപോലെ ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത ഒരു സംഭവം കുറുപ്പ് മനസ്സിലാക്കുന്നു. അതേ രീതിയിൽ, അതേ മാതൃകയിൽ ഈ പണം തട്ടിയെടുക്കുക എന്നതായി പിന്നീട് അയാളുടെ ലക്ഷ്യം. 8 ലക്ഷം രൂപ കൊണ്ട് സുകുമാരക്കുറുപ്പ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ആലപ്പുഴ വണ്ടാനത്ത് അദ്ദേഹം നിർമ്മിക്കുന്ന ബംഗ്ലാവ്, അതിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നതാണ്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇൻഷുറൻസ് തുക കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അയാൾക്ക് ബംഗ്ലാവ് പണിയണം. ഭയങ്കര സങ്കല്പങ്ങളായിരുന്നു. പക്ഷെ അതെല്ലാം തകിടം മറിച്ചു. ഒരാളിനെ കൊല്ലേണ്ട അവസ്ഥ വന്നു, അതും ഒരു നിരപരാധിയെ. പാവം. പണം ഉണ്ടാക്കാനുള്ള ധൃതിയായിരുന്നു കുറുപ്പിന്. അതുകൊണ്ട് ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ താൻ മരിച്ചു എന്ന് കാണിക്കേണ്ടതുണ്ട് എന്ന കാര്യം കുറുപ്പ് മനസ്സിലാക്കുന്നു. അതിനുശേഷം കുറുപ്പ് ആദ്യം ശ്രമിച്ചത് തന്റെ അതേ ഉയരവും ശരീരഭാരവും തൂക്കവും ഒക്കെയുള്ള ഒരു മൃതദേഹം കണ്ടെത്തുക. അങ്ങനെ താൻ മരിച്ചതായി വരുത്തി തീർത്തുകൊണ്ട് ഈ അബുദാബിയിൽ താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നുള്ള 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക. അതാണ്. എന്നാലും ഈ സുകുമാരക്കുറുപ്പിന് മരിക്കാൻ വയ്യ. വേറൊരാളിനെ ഇയാൾ സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതേ അയാളെ പൊക്കോ മണ്ണൊക്കെ ഉള്ള ഒരാളിനെ കണ്ടെത്തണം. അങ്ങനെയാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ കണ്ടെത്തുന്നതും അയാളെ കൊലപ്പെടുത്തുന്നതും. ബാക്കി കേൾക്കാം. കുറുപ്പിന് മുന്നിൽ അന്നുണ്ടായിരുന്ന ലക്ഷ്യം, അതിനാദ്യം കുറുപ്പ് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടിൽ വന്ന് ഇവിടുത്തെ ആശുപത്രികളിലെ മോർച്ചറികൾ, അതുപോലെ തന്നെ ശ്മശാനങ്ങളിലൊക്കെ തന്നെ ഇതിന് അനുയോജ്യമായ, അതായത് സുകുമാരക്കുറുപ്പിന്റെ നീളവും തൂക്കവുമുള്ള ഒരു മൃതശരീരം കണ്ടെത്താൻ വേണ്ടി നടത്തു. അങ്ങനെ അതെന്തിന് ഉള്ള ഈ ലോകത്തുള്ള മോർച്ചറികളിൽ അത്രയും എന്തിന് ഈ സുകുമാരക്കുറുപ്പിനെ കയറ്റിയത്? പക്ഷെ അന്നൊന്നും അറിയണില്ലല്ലോ ഇയാൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്ന്. അപ്പോഴ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബന്ധുക്കാർ ഈ മോർച്ചറിയിലുണ്ടാ, അവിടെ ഉണ്ടാ, ഇവിടെ ഉണ്ടാന്നൊക്കെ ചോദിച്ച് തന്ത്രപൂർവ്വം ഇങ്ങനെ പോയി എല്ലാ മോർച്ചറികളും നോക്കി. അപ്പോഴൊന്നും കിട്ടിയില്ല. എല്ലായിടങ്ങളിലും പരിശോധിച്ചു. പക്ഷേ ഒരിടത്തു നിന്നും അതിന് ഏറ്റവും യോജിച്ച ഒരു മൃതശരീരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഡ്രൈവറായ പൊന്നപ്പനും സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സഹോദരൻ ഭാസ്കര പിള്ളയും ഹരിപ്പാട് മുതൽ ആലപ്പുഴ വരെ സഞ്ചരിച്ചുകൊണ്ട് ഇതുപോലെ ഈ സുകുമാരക്കുറുപ്പിനെ പോലെ ആ ഒത്ത ഉയരവും ശരീരഭാരവും ഉള്ള ഒരാളെ കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കി അവിടെ സ്ഥിരം. അപ്പോഴാ ഡ്രൈവറേയും അവരെ ബന്ധത്തിലുള്ള അവരെയൊക്കെ പിടിക്കണമല്ല ഈ സുകുമാരക്കുറുപ്പിന്റെ എവരും കൂടെ ആണല്ല വണ്ടിയിൽ പോയി അന്വേഷിച്ചത്. അവർ യാത്ര ചെയ്യുകയും കറങ്ങി നടക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1984 ജനുവരി 21 രാത്രി ഇവർക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു ഇരയെ കിട്ടുന്നത്. അന്ന് കുറുപ്പിന്റെ ഡ്രൈവറായിരുന്ന പൊന്നപ്പനും ഭാര്യ സഹോദരൻ ഭാസ്കര പിള്ളയുമായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത്. അവർ കാറിൽ രാത്രി സഞ്ചരിക്കുമ്പോൾ കരുവാറ്റ എന്ന പ്രദേശത്തെത്തുന്നു. അവിടെ സുകുമാരക്കുറുപ്പിന്റെ ഡ്രൈവറും ഭാര്യ സഹോദരനും പ്രധാന കണ്ണികളാണ്. അങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോഴാണ് ഈ പാവം മനുഷ്യൻ അവിടെ നിൽക്കുന്നത്. MJ ചാക്കോ. അപ്പം ഈ ചാക്കോ കൈ കാണിക്കുന്നു,
അപ്പം നമുക്ക് ബാക്കി കേൾക്കാം. ആലപ്പുഴയിലേക്ക് ലിഫ്റ്റ് ചോദിച്ച് രാത്രി വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഫിലിം റെപ്രസെന്റേറ്റീവായ NJ ചാക്കോയായിരുന്നു. ചാക്കോയ്ക്ക് അന്ന് പോകാനുണ്ടായിരുന്ന ആലപ്പുഴയിലേക്കാണ്. ഇവരെ കണ്ട ഉടനെ തന്നെ ആലപ്പുഴയ്ക്ക് ഈ കാറ് കാണുമ്പോൾ കൈ കാണിച്ചു, ലിഫ്റ്റ് ചോദിച്ചു. കുറുപ്പിന്റെ അതേ ശരീരഘടനയുള്ളയാൾ, അതേ തൂക്കമുള്ള ഒരാൾ, ഇവർക്ക് അനുയോജ്യനായ ഒരു ഇരയെ കിട്ടി എന്ന് പൊന്നപ്പനും അതുപോലെ തന്നെ ഭാസ്കരപിള്ളയ്ക്കും മനസ്സിലായി. അവർ കാറ് നിർത്തുന്നു. ഈ സുകുമാരക്കുറുപ്പിൻ്റെ അതേ പൊക്കത്തിനും വണ്ണത്തിനുമുള്ള ആളാണ് അവിടെ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ച് നിൽക്കണത്. എന്നിട്ട് കാറിൽ കയറുന്നു. അതിനുശേഷം പുള്ളിക്കാരനെയും കൊണ്ട് പോവേണ്. എന്തിനാണ്? പിന്നെയാണ് കൊലപ്പെടുത്തണത്. NJ ചാക്കോയെ വണ്ടിയിൽ കയറ്റുന്നു. അതിനുശേഷം യാത്രാമധ്യേ വിഷമടങ്ങിയ മദ്യം നിർബന്ധിച്ച് ചാക്കോ ആദ്യം നിരസിക്കുന്നു. പക്ഷേ നിർബന്ധപൂർവ്വം ചാക്കോയെ ഈ മദ്യം കഴിപ്പിക്കുന്നു. അതിനുശേഷം പുറകിൽ നിന്ന് ഇയാളുടെ കഴുത്ത് ഞെരിച്ച് പിന്നെ അതിനുശേഷമാണ് ഇയാളെ കൊലപ്പെടുത്തുന്നത്. ഈ പണത്തിന് വേണ്ടിയാണ് ഇത് ഇത്രയും ചെയ്തു കൂട്ടിയത്. എന്നിട്ട് ഇത്രയും വർഷം ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. ബാക്കിയുള്ളവരെ, കാറിലുണ്ടായിരുന്നവരെ, ബന്ധുവായ അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു കാണും. പക്ഷേ അവർ എവിടെയാണുള്ളത് എന്ന് പറയില്ല. ഇപ്പോഴും ഈ സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയെയും അവരെ കുടുംബക്കാരെയും ഒക്കെ ഇയാൾ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വെച്ചിട്ട് തന്നെ ഇപ്പോൾ മലേഷ്യയിൽ ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഭാര്യയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തു എന്ന് ആ കണ്ട ആളിനോട് പറയുകയും അയാളാണ് ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിച്ചത്. അപ്പോൾ ഈ സുകുമാരക്കുറുപ്പ് ഇതെല്ലാം ഫോൺ കയ്യിലുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസുകൾ. അപ്പോഴപ്പോഴും ന്യൂസ് അല്ലെങ്കിൽ തന്നെ കൊടുക്കാനും ഇതിൻ്റെ പിന്നിൽ ആൾ കാണും. ആ ന്യൂസുകൾ 24 തന്നെ എത്ര വട്ടം പുറത്ത് വിട്ടു. ഇതാ പിടിച്ചു, അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നില്ലേ. അപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലുള്ള ഗതികേടാണ്. ഇത് മൊത്തത്തിൽ അറിഞ്ഞു കഴിഞ്ഞു. ഇനി സുകുമാരക്കുറുപ്പിനെ തപ്പി നമ്മുടെ കേരള പോലീസ് വീണ്ടും ഇറങ്ങുകയാണ്. മിക്കവാറും ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യരായിരിക്കും ഇയാളെ പിടിച്ചു കൊടുക്കണത്. എങ്കിൽ വല്ലതാ കൊടുക്കണേ അവർക്ക്. അത്രയും കഷ്ടപ്പെടുന്നതാണ്. ആ മരിച്ച ആളിൻ്റെ മകൻ തന്നെ പറയുന്നുണ്ട്, നമ്മളെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചതായിരുന്നു. അമ്മയും പറഞ്ഞു പോട്ട്, അതൊക്കെ കഴിഞ്ഞ് എത്രയോ വർഷമായ കാര്യമാണ്, അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം മകൻ തന്നെ വലുതായി. ആ മകനാണ് മീഡിയയുടെ മുന്നിലൊക്കെ വന്ന് എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ പോട്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി 24 കൊണ്ടുവന്നെങ്കിൽ കണ്ടുപിടിക്കണം. അവർക്ക് എന്നെ അങ്ങനെയുള്ളൊരു പ്രതീക്ഷയുണ്ട്. അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, എത്രയും പെട്ടെന്ന് ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ കുടുംബത്തിന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. അതുപോലെ നിങ്ങളെല്ലാ പേരും സുകുമാരക്കുറുപ്പിനെ എവിടെ കണ്ടാലും പിടിക്കണം, വിടരുത്, പിടിച്ചോളണം. ആൾ മാറിയ അടിയിട്ടും.